ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ ഹരി, പാടത്ത് പണിക്കാരൊന്നുമില്ലേ? അല്ല, എന്തു പറ്റി രണ്ടാൾക്കും? ലോങ് ലീവ് എടുത്ത കാലം മുഴുവൻ ഉത്തരം എന്ത് പഠിക്കായിരുന്നാ പറഞ്ഞത്? ഈ ബിസിനസ് തുടങ്ങുമ്പോ ഹരിക്കും ഞങ്ങൾക്കും സംശയം ചോദിക്കാനുണ്ടായിരുന്നത് ഉത്തരയോട് മാത്രമാണ്. എല്ലാം ഭദ്രമായിരിക്കുന്ന ഉത്തര പറഞ്ഞില്ലേ? ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഹരി, എന്താ ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞങ്ങൾ കുറച്ചു മുമ്പ് തൊഴിലാളികളുടെ കൂടെ ആയിരുന്നു. എല്ലാവർക്കും അവർ ചെയ്ത ജോലിയുടെ കൂലി കിട്ടണം. എല്ലാവരുടെ മുന്നിലും കൈമലർത്തി കാണിച്ചിട്ട് ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ. അവസാനം വാക്ക് കൊടുത്തിരിക്കുക, ഓണത്തിന് മുമ്പ് എല്ലാവർക്കും അവരവരുടെ കണക്ക് തീർക്കാന്നോ. ഹരി, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ വർക്കൗട്ട് ആയില്ല. പക്ഷെ ഇത്രയൊക്കെ തുക മുടക്കിയിട്ട് പിന്മാറാൻ നമുക്ക് പറ്റില്ലല്ലോ. തൊഴിലാളികളുടെ പ്രശ്നം തീർക്കാൻ വേറെ എവിടെന്നെങ്കിലും ലോണോ മറ്റോ മതി. ഇനി ഇതിൽ കൂടുതൽ എവിടുന്നാ കടം വാങ്ങിക്കാനുള്ളത്? നാട് മുഴുവൻ കടോ. ലോൺ എടുക്കാൻ ഗ്യാരണ്ടി നിന്നവർക്ക് അവരുടെ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ പോലും ഉറപ്പില്ല. എന്നിട്ടും വന്നിരിക്കാം വീണ്ടും കടം വാങ്ങിപ്പിക്കാൻ. നിത്യ ഒരു ബിസിനസ് ആവുമ്പോ തോക്കും ജയിക്കും. പക്ഷെ അതിന്റെ പേരിൽ എനിക്ക് നേരെ വിരൽ ചൂണ്ടാൻ ശ്രമിച്ചാലുണ്ടല്ലോ. പിന്നെ ആർക്ക് നേരെ വിരല് ചൂണ്ടേണ്ടത്? ഉത്തര പറഞ്ഞല്ലോ, ഒരുപാട് സ്ഥലത്ത് ഇത് നടത്തി വിജയിപ്പിച്ചിട്ടുണ്ടെന്ന്. നമുക്കൊരു കാർഷിക വിപ്ലവം സംഘടിപ്പിക്കാന്ന് സംഘടിപ്പിച്ചല്ലോ. ഇത് ഒരുതരം ചതി പോലെ ആയിപ്പോയി. നിത്യ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലേ എനിക്കും അറിയാം ആ ലെവലിലേക്ക് താഴാൻ. നീ ആരാന്നാ കരുതിയേക്കുന്നേ? ഹലോ, വേണ്ട. നിത്യ പറയുന്നത് എന്റെ സങ്കടങ്ങളാ. അതിനെ ചോദ്യം ചെയ്യാൻ തനിക്ക് ഒരു അവകാശമില്ല. ചോദ്യം ചെയ്താലുണ്ടല്ലോ. ഇത്രയൊക്കെ ഞാൻ കാലിടറി നിൽക്കുമ്പോഴും എന്നെ പിടിച്ചു നിർത്തുന്ന ശക്തിയാ ഈ നിൽക്കുന്ന പെണ്ണ്. അതുകൂടെ പോയാല് ഒരുപക്ഷെ ഏതെങ്കിലും പാടവരമ്പില് ഞാൻ ജീവനറ്റ് കിടക്കുന്നുണ്ടാവും. താൻ പോ. ഞങ്ങളിപ്പോ സംസാരിക്കാൻ പറ്റിയ മൂഡിലൊന്നും അല്ല. ഹരി, കടന്നു പോടോ. സോറി ഹരി, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു പോയി. സാരമില്ലടോ. മനസ്സിൽ കിടക്കുന്ന സങ്കടങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തു വരണ്ടേ. വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാം നമ്മുടെ പ്രശ്നമോ, നമ്മുടെ വിധിയാ.